പ്രിയമുള്ളവരെ നമസ്കാരം. മിന്നൽ നിച്ചുവാണ്. ഈ ഫോട്ടോ കണ്ടല്ലോ, ഈ ഫോട്ടോ നമ്മുടെ ഈ വ്യക്തിയുടെ അൻസാരി ഉസ്താദിൻ്റെ ആലപ്പുഴയിലുള്ള അൻസാരി ഉസ്താദ് സോഷ്യൽ മീഡിയയിലേക്ക് ഭയങ്കര മുന്നോട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം ഒരുപാട് റിയാക്ഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സത്യങ്ങൾ തുറന്നു പറയാൻ ഒരു ചങ്കുറപ്പുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തിനെ ഇതുപോലത്തെ ഫോട്ടോ ഇട്ടിച്ചല്ലെങ്കിൽ ഇതാക്കേണ്ടത് കയ്യിൽ നേരിട്ട് നേരിട്ട് അത് റിയാക്ഷനിലൂടെ ആയാലും ശരി നേരിട്ടായാലും ശരി ഇങ്ങനത്തെ ഒക്കെ കാണിക്കുന്നത് അത് തന്തയില്ലായ്മ, ചെച്ചത്രം. ഇങ്ങനെ ചെയ്ത ആൾ അച്ഛൻ ഉണ്ടോ എന്നൊന്ന് ചോദിച്ചോളി. ആരാ ചെയ്ത എന്ന് എനിക്കറിയില്ല. ആ ചെയ്ത ആൾ ഈ വോയിസ് ഒന്നും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അച്ഛനുണ്ടോ എന്ന് അന്വേഷിച്ചോളി. അച്ഛനുണ്ടെങ്കിൽ അമ്മയെടുത്ത് ചോദിക്കണം, ഇതാണോ എൻ്റെ അച്ഛൻ? അമ്മ ചൂണ്ടിക്കാറ്റിച്ചാൽ നീ അച്ഛൻ്റെ കാറിനെ കുറിച്ച് കടിച്ചു പൊട്ടിക്കണം. എന്തുകൊണ്ടെന്നറിയോ? താത്തനെ കടിച്ചു പൊട്ടിക്കണം. ഇങ്ങനത്തെ ഒരു മകൻ ഉണ്ടാക്കിയതിനാണ്, ഇല്ല ഇങ്ങനത്തെ ഒരു മകൾ ഉണ്ടാക്കിയതിനാണ്. സംഭവം നേരിട്ട് മുട്ടിക്കോളിയും. ഞാൻ ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. എന്നെപ്പറ്റി ഒരുപാട് ആൾക്കാർ ട്രോളാക്കുന്നുണ്ട്. നമ്മൾ നേരിട്ട് ഇതാക്കുന്നുള്ളൂ. ഇങ്ങനത്തെ ആൾക്കാർക്ക് ചെച്ചത്രം തന്തയില്ലായ്മ എന്ന് പറയുന്നുള്ളൂ. നേരിട്ട് മുട്ടിക്കോളിടാ. എന്തിനാ വെറുതെ അകത്തിരുന്ന് കളിക്കുന്നത്? അത് ശരി, നേരിട്ട് മുട്ടിക്കോളിയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഓണത്തിൻ്റെ ഒരു കാര്യത്തിനൊക്കെ ഒരുപാട് ഇതൊക്കെ വീഡിയോസൊക്കെ വന്നതാ. അതിൻ്റെ പേരിൽ ഇങ്ങനത്തെ ചെച്ചത്രം കാണിക്കരുത്. അത് ശരിയല്ല. ഇതെന്താ പറയുക, ഒരു മലയാളികൾക്കെല്ലാം മനുഷ്യനേ ചേർന്നതല്ല. എന്തിനാ മലയാളികളെ പേര് കളയാൻ തെറ്റുകളെ ഇങ്ങനെ വരുന്നത്? മലയാളികൾ ചങ്കർപ്പുള്ള ആൾക്കാരെന്ന് പറഞ്ഞ് ഇങ്ങനത്തെ വരെണ്ണം ഉണ്ടാ പോരെ. ഇങ്ങനെ നേരിട്ട് മുട്ടിക്കോളി. ഇപ്പോൾ ഇതേ അൻസാരി ഉസ്താദ് ആരായാലും ഏത് പ്രവർത്തകരിലായാലും തെറ്റ് കണ്ട ചൂട്ടിക്കാണിക്കും. അതെങ്ങനെ ഇങ്ങനെ ഫോട്ടോ ഇട്ടിച്ചൊന്നല്ല, നേരിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ സംസാരിച്ചാണ്. അതുപോലെ കാണിച്ചോളി. അതല്ല തന്തക്ക് പുറക്കാതെ കാണിക്കരുത്. തന്തയില്ലാത്തവനെ ഇത് ചെയ്ത തന്തയില്ലാത്തവളോ എനിക്കറിയില്ല. എന്നാലും പറയാം, ഏതൊരുത്തന്നെ ഇങ്ങനെ ചെയ്തേക്കല്ലേ. അത് അൻസാരി ഉസ്താദിൻ്റെ അല്ല, ഏതൊരു പാർട്ടിക്കാരനും ഏത് മതത്തിൻ്റെ ആയാലും ഏത് ജാതിക്കാരനും കീഴ് ജാതിയായാലും മോൾ ജാതിയായാലും ബ്രാഹ്മണനായാലും മുസ്ലിംസ് ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനായാലും ഒറ്റൊരുത്തന്നെ അങ്ങനെ ചെയ്യരുത്. അത് മലയാളിക്ക് ചേർന്നതല്ല. തന്തയില്ലായ്മ ഉള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട. ഇത് ചെയ്ത ആൾക്കാർ തന്ത ആരാണ് ഇതിൻ്റെ തള്ളയെടുത്ത് ചോദിക്കേണ്ട നാറുകളെ. ഓക്കെ, നിർത്തുന്നു.